പ്രിയപ്പെട്ട കുട്ടികളെ, ഹൈസ്കൂൾ എന്നോ യു പി എന്നോ വകഭേദമില്ലാതെ എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്ന രണ്ട് ചോദ്യങ്ങൾ ഒരേ ഒരു വീഡിയോയിൽ രണ്ട് ചോദ്യങ്ങളുമായിട്ടാണ് ഷായി സാർ വന്നിരിക്കുന്നത്. 2 in 1 എന്നൊക്കെ പറയാറില്ലേ നമ്മൾ, രണ്ടും കൂടി ഒന്നിൽ കിട്ടുക എന്ന് പറയില്ല, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയതുപോലെ എന്നൊക്കെ പറയാറില്ലേ നമ്മൾ. അതുപോലെ രണ്ട് ചോദ്യങ്ങളുടെ ഉത്തരം എങ്ങനെ എഴുതണമെന്ന് ഒരു വീഡിയോയിൽ പറയാനാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. അതിലെ ആദ്യത്തെ ചോദ്യമാണ്, ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്കറിയാം, എല്ലാവർക്കും വരുന്നൊരു ചോദ്യമാണത് അല്ലേ. ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇന്ന് ആദ്യം നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഒരു ചോദ്യം കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പം മക്കൾ വളരെ കൃത്യമായി ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും മാർക്ക് കുറഞ്ഞു പോവാതിരിക്കും. എപ്പോഴും നമുക്കറിയാലോ, നമുക്ക് ഫോർമാറ്റ് അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും ചോദ്യങ്ങളുടെ ഉത്തരം പൂർണ്ണ രൂപത്തിൽ എഴുതാൻ പറ്റാത്തത്. നമുക്ക് ആശയം നമ്മുടെ ഉള്ളിലുണ്ട്, പക്ഷേ നമുക്കറിയില്ല ഹൗ ടു റൈറ്റ്, എങ്ങനെ എഴുതണം എന്നുള്ളത് നമുക്കറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് മാർക്കുകൾ കുറഞ്ഞു പോകുന്നത്. ആ ഒരു കുറവ് നമുക്ക് നികത്തണം. അതിനു വേണ്ടിയാണ് ആദ്യം നമുക്ക് ഉപന്യാസം തയ്യാറാക്കുന്നത് എങ്ങനെയാണ്, ഉപന്യാസം തയ്യാറാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. അതാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഉപന്യാസം? ശീർഷകമുണ്ടാകണം. ഓർത്ത് വെക്കുക, ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഉപന്യാസത്തിൻ്റെ ചോദ്യം എത്തിക്കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ കണ്ടെത്തേണ്ടത് ആ ചോദ്യത്തിന് എന്ത് ശീർഷകം കൊടുക്കുക. ഒരു പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ടാകും ശീർഷകം. ഈ ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്ന് ചിലപ്പോൾ ചോദിക്കും, ചിലപ്പോൾ ഉപന്യാസം തയ്യാറാക്കുക എന്ന് മാത്രം ചോദിക്കും. നിങ്ങളുടെ ചോദ്യത്തിൽ ശീർഷകമുണ്ട്. ശീർഷകം എന്ന് പറഞ്ഞാൽ ഹെഡിങ് ആണ്, തലക്കെട്ടാണ്. നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ആ ശീർഷകമുണ്ടെങ്കിൽ ആ ശീർഷകം തന്നെ എഴുതിയാൽ മതി. ഇങ്ങനെയായിരിക്കും വരിക, ഇന്ന ശീർഷകത്തിൽ ഉപന്യാസം തയ്യാറാക്കുക എന്ന് നിങ്ങളോട് ചോദിച്ചാൽ ആ ശീർഷകം അത് തന്നെ എഴുതിയാൽ മതി, നോ പ്രോബ്ലം. മനസ്സിലായോ? ഇനി അഥവാ വന്നില്ലെങ്കിലോ, നിങ്ങൾ നല്ല ഉചിതമായ ഒരു ശീർഷകം നൽകണം. ഉപന്യാസത്തിൻ്റെ വിഷയം എന്താണോ ആ വിഷയത്തിനോട് ചേർന്ന് നിൽക്കുന്ന തലക്കെട്ടാണ് മക്കൾ എഴുതേണ്ടത്. അപ്പോൾ തലക്കെട്ട് നിർബന്ധമാണ്, ഉപന്യാസത്തിന് ശീർഷകം നിർബന്ധമാണ്. ഇനി ആമുഖമുണ്ടായിരിക്കണം, നല്ല ഒരു എന്തുണ്ടായിരിക്കണം, ഇൻട്രൊഡക്ഷൻ ഉണ്ടായിരിക്കണം. നല്ല ഒരു ആമുഖമുണ്ടെങ്കിൽ ആമുഖം വായിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് ഈ ആശയത്തെക്കുറിച്ച് പൂർണ്ണമായ ധാരണയുണ്ട് എന്ന് അധ്യാപകന് തോന്നണം. അത്രയും നല്ലൊരു ആമുഖമായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. തന്നിരിക്കുന്ന ചോദ്യത്തോട് നീതി പുലർത്തുന്ന, തന്നിരിക്കുന്ന ചോദ്യം ആരെങ്കിലുടെയും വാക്യങ്ങളാണെങ്കിൽ, ശ്രീനാരായണ ഗുരുവിൻ്റെ വാക്യങ്ങളോ കുമാരനാശാൻ്റെ വാക്യങ്ങളോ ഒക്കെ തന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ആദ്യം ആശാനെക്കുറിച്ചോ ശ്രീനാരായണനെക്കുറിച്ചോ ആരെയാണോ തരുന്നത് അവരെക്കുറിച്ചുള്ള ഒരു സൂചന നൽകിക്കൊണ്ടുള്ള ആമുഖമാണ് എഴുതേണ്ടത്. ക്ലിയർ ആണോ? ഇനി ഖണ്ഡികയാക്കണം. 3 പാരഗ്രാഫ് തിരിച്ച് തന്നെ എഴുതണം. നിങ്ങൾക്ക് 4 ആശയമുണ്ട്, അല്ല 6 ആശയമുണ്ട്, 6 പോയിൻ്റ് ഉണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആമുഖത്തിലൊരു പോയിൻ്റ്, 2 പോയിൻ്റ് ഒരു പാരഗ്രാഫിൽ, അടുത്ത 3 പോയിൻ്റ് മറ്റൊരു പാരഗ്രാഫിലാക്കി ഒരു 3 പാരഗ്രാഫെങ്കിലും മിനിമം ഉണ്ടാകണം. അതോ 2 സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ പാരഗ്രാഫ് തിരിക്കരുത്. പാരഗ്രാഫ് തിരിക്കാൻ ഒരു എത്ര എഴുതിയാലും അതൊരു പാരഗ്രാഫ് ആകും അല്ലേ എന്ന് നമുക്കറിയാം. ആ ഒരു അളവ് വരെ നിങ്ങൾ എഴുതിയതിന് ശേഷമാണ് അടുത്ത പാരഗ്രാഫ് തിരിക്കേണ്ടത്. 1-2 സെൻറ്റൻസ് എഴുതി ഉടനെ അടുത്ത പാരഗ്രാഫ്, 2 സെൻറ്റൻസ് എഴുതി വീണ്ടും പാരഗ്രാഫ്, അങ്ങനെ എഴുതരുത്. 3 പാരഗ്രാഫെങ്കിലും മിനിമം ഉണ്ടാവണമെന്നാണ് പറയുന്നത്. പിന്നെയോ, നിങ്ങൾ എഴുതുന്ന ചോദ്യത്തോടുള്ള ആശയം വ്യക്തമായിട്ട് എഴുതാൻ നമുക്ക് സാധിക്കണം. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ, തന്നിരിക്കുന്ന ചോദ്യത്തോട് നമുക്ക് പ്രതികരിക്കാനുള്ളത് കൃത്യതയോടെ എഴുതാൻ നമുക്ക് സാധിക്കണം. ആശയം വ്യക്തമായിരിക്കണം, ഉപസംഹാരം ഉണ്ടായിരിക്കണം, കൺക്ലൂഷൻ ഉണ്ടായിരിക്കണം. ഈ ഒരു 5 പോയിന്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഉപന്യാസം എഴുതിയാൽ ഉറപ്പായിട്ടും എൻ്റെ മക്കൾക്ക് ഉപന്യാസത്തിൻ്റെ മാർക്ക് കുറയുകയില്ല. അത്ര ഗ്യാരണ്ടിയാണ്. അപ്പോൾ ഉപന്യാസം തയ്യാറാക്കാൻ നമ്മൾ പഠിച്ചോ? ക്ലിയർ ആണോ എൻ്റെ കുഞ്ഞു മക്കൾക്ക്? ഓക്കെ ആണോ മക്കളെ? ശീർഷകമുണ്ടാവണം, ആമുഖമുണ്ടാവണം, പാരഗ്രാഫ് തിരിക്കണം, ഖണ്ഡികയാക്കണം എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് തിരിക്കണം എന്ന് തന്നെയാണ് ആശയം, എന്ന് തന്നെയാണ് അർത്ഥം. ആശയം വ്യക്തമാക്കണം, ഉപസംഹാരം ഉണ്ടാവണം. ഇത്രയുമാണ്
എന്തിനു വേണ്ടത് മക്കൾ പറഞ്ഞേ? ഒരു ഉപന്യാസം തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത അതുപോലെ തന്നെ ഹൈസ്കൂൾ UP വ്യത്യാസമില്ലാതെ ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, എന്താണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. അല്ലെ, ഏതെങ്കിലും ഒരു കവിതയോ കഥാഭാഗമോ ഗദ്യഭാഗമോ തന്നിട്ട് ഇതിന് ആശയം, ചമൽക്കാരം എന്നിവ ചോർന്നു പോകാതെ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നൊരു ചോദ്യം എല്ലാ പരീക്ഷയ്ക്കും എല്ലാ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാകുന്നതാണ്. അല്ലേ, ആസ്വാദനം എഴുതുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് എന്താണ്? സ്വന്തം വായനാനുഭൂതിയെ സ്വതന്ത്രമായി ആവിഷ്കരിക്കുന്നതാണ് ആസ്വാദനക്കുറിപ്പ്. സ്വന്തം വായനാനുഭൂതി, അല്ലെ, നിങ്ങൾ വായിച്ച ഒരു വസ്തുവില്ല, അല്ലെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു കവിതയെ അല്ലെങ്കിൽ ഒരു ഗദ്യത്തെ നിങ്ങൾ സ്വതന്ത്രമായി ആവിഷ്കരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അത് തന്നെയാണ് ആസ്വാദനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആസ്വാദനക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിച്ച അനുഭൂതിയെ സ്വതന്ത്രമായി നിങ്ങൾ ആവിഷ്കരിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന മാർഗമാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? ശ്രദ്ധാപൂർവം വായിക്കുക, കേന്ദ്രാശയം കണ്ടെത്തുക. അതാണ് ആസ്വാദനക്കുറിപ്പ് ചോദിച്ചാൽ ആദ്യം എൻ്റെ കുഞ്ഞു മക്കളെ മനസ്സിലേക്ക് ഓർത്ത് വെക്കേണ്ടത്, ഓടിയെത്തേണ്ടത് ഇതാണ്: ശ്രദ്ധാപൂർവം വായിക്കണം, കേന്ദ്ര ആശയം കണ്ടെത്തണം. അതിൻ്റെ ഉള്ളിലൊരു പ്രധാന ആശയമുണ്ടാകും, അത് കണ്ടെത്തണം. ആശയത്തോട് ചേർന്ന് നിൽക്കുന്ന ശീർഷകം കൊടുക്കണം. ആസ്വാദനത്തിന് ഒരു ശീർഷകം, അത് ഉപന്യാസമൊന്നും പോലെ സെൻറ്ററിൽ കൊടുക്കേണ്ട, സൈഡിൽ കൊടുത്താൽ മതി. ആസ്വാദനത്തിൻ്റെ ശീർഷകം കൊടുക്കണം. ഖണ്ഡിക തിരിച്ച് എഴുതണം, പാരഗ്രാഫാക്കി അതും എഴുതണം. ആമുഖം എഴുത്തുകാരനെ പരിചയപ്പെടുത്തലാണോ? നിങ്ങൾക്ക് തന്നിരിക്കുന്ന കവിത അല്ലെങ്കിൽ കഥ എഴുതിയത് ആരാണെന്ന് നോക്കുക. അവരെക്കുറിച്ച് നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ എഴുതുക. കവിയെക്കുറിച്ച് അറിയാത്ത കാര്യങ്ങളൊന്നും എൻ്റെ മക്കൾ എഴുതി വെക്കരുത്. അദ്ദേഹം ഇങ്ങനെയായിരുന്നു, അദ്ദേഹം അങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന് അങ്ങനെ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും എഴുതരുത്. അറിയുന്നതാണെങ്കിൽ കൃത്യമായി എഴുതുക. അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പ്രിയ കവി, അല്ലെങ്കിൽ മലയാളത്തിൻ്റെ പ്രിയ നോവലിസ്റ്റ്, അതല്ലെങ്കിൽ മലയാളത്തിൻ്റെ എഴുത്തുകാരൻ, ആളുടെ ഇന്ന ആശയം വരുന്ന കവിതയാണ് ഇവിടെ തന്നിരിക്കുന്നത്, ഈ കവിതയ്ക്ക് ഇന്ന ആശയങ്ങളുണ്ട്, അതാണ് ആമുഖമായിട്ട് എഴുതേണ്ടത്. അപ്പോൾ ആമുഖം എഴുത്തുകാരനെ പരിചയപ്പെടുത്തലായിരിക്കണം, മറക്കരുത്. എഴുത്തുകാരനെ അറിയുന്ന കാര്യങ്ങൾ മാത്രമേ, അയാൾ അർഹിക്കുന്ന കാര്യങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാവൂ. അല്ലാതെ അദ്ദേഹം ഒരിക്കലും എഴുതാത്ത കൃതി അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതരുത്. പണ്ട് ഞാൻ പറഞ്ഞുതരാം, കൃത്യമായി ഒരു കുട്ടിയെ എഴുതി വെച്ചിട്ടുണ്ട്. വയലാർ രാമവർമ്മയെക്കുറിച്ച് ചോദിച്ച സമയത്ത് വയലാർ രാമവർമ്മയുടെ നളിനിയും ചണ്ടാല ഭിക്ഷുകിയും ഒക്കെ കേരളത്തിലേറെ കോളിളക്കം സൃഷ്ടിച്ചതാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വയലാർ എഴുതിയതല്ല അത്. നളിനിയും ചണ്ടാല ഭിക്ഷുകിയും എഴുതിയ കുമാരനാശാനാണ്. മനസ്സിലായ മക്കൾക്ക്? ഒരു എഴുത്തുകാരനെ നമുക്കറിയുന്നത് മാത്രം എഴുതി വെച്ചാൽ മതി. ഇല്ലാത്തത് എഴുതി വെച്ചാൽ പിന്നീട് നിങ്ങൾ നല്ല പോയിന്റുകൾ എഴുതിയാൽ പോലും അതിന് പൂർണ്ണമായി മാർക്ക് നിങ്ങൾക്ക് ലഭിക്കില്ല. അതുകൊണ്ട് കൃത്യമായ എഴുത്തുകാരനെ കുറിച്ച് അറിയുന്നത് മാത്രം എഴുതുക. ആശയം അവതരണമാണ്. നല്ല കൃത്യമായ ആശയത്തെ അവതരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ മാത്രമേ അതൊരു നല്ല ആസ്വാദനമായി മാറുകയുള്ളൂ. അല്ലേ? സമാന ആശയമുള്ള വരികൾ, വാക്യങ്ങൾ എക്സ്ട്രാ, നിങ്ങൾ തന്നിരിക്കുന്ന ഈ വരിയോട് തുല്യമായി നിൽക്കുന്ന മറ്റേതെങ്കിലും വരി ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് കുമാരനാശാൻ്റെ ഒരു വരിയാണ്, എന്താണ്? അന്യജീവനുതകി സ്വജീവിതം ധന്യമാക്കും അമലേ വിവേകികൾ. അങ്ങനെ വരി വന്നാൽ, അങ്ങനത്തെ ഏതെങ്കിലും വരി വന്നാൽ അതേ ആശയം വരുന്ന മറ്റ് കവിയല്ല, സാമൂഹ്യ പ്രവർത്തകരും ജ്ഞാനിയുമായിരുന്ന ശ്രീനാരായണ ഗുരുവും അതിന് തുല്യമായ അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറഞ്ഞു വെച്ച കുമാരനാശാൻ, ശ്രീനാരായണ ഗുരുവിൻ്റെ ഈ വരികളും കുമാരനാശാൻ്റെ ആ വരികളും എന്താണ്? കറക്റ്റാണ്, ഒരേ ആശയമാണ്. അത് ഞാൻ പറഞ്ഞ സമാന ആശയമുള്ള വരികൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവ കൂടി എഴുതണം. രചനാ സവിശേഷതകളുണ്ടാകും. നിങ്ങൾ എഴുതുന്നതിന് എന്തെങ്കിലും, ആ കവിതയിൽ എന്തെങ്കിലും സവിശേഷതയുണ്ടോ എന്ന് നോക്കണം. ചിലപ്പോൾ വാഗ്മയ ചിത്രങ്ങളുണ്ടാവാം, ചിലപ്പോൾ ചമൽക്കാരമുണ്ടാകാം. അല്ലേ? ചമൽക്കാരം എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ്. അവൾ ചിരിച്ചു ഒരു ചെമ്പകപ്പൂ വിരിഞ്ഞ പോലെ, അവളുടെ മുഖം വിടർന്നു ചെന്താമര വിടരും പോലെ. അവളുടെ ചുണ്ടുകൾ പുഞ്ചിരി, പനിനീർ പൂവും, മുഖം താമരയും. ചമൽക്കാരമാണ്. അവളുടെ പുഞ്ചിരിയെ റോസാപ്പൂവിനോട് മുഖത്തെ
താമരയോട് അങ്ങനെയുള്ള ഒന്നിനെ മറ്റൊന്നിനോട് ഉപമിച്ചു കൊണ്ടൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതണം. അതാണ് രചനാ സവിശേഷത അല്ലെങ്കിൽ ചമൽക്കാരം എന്നൊക്കെ പറയുന്നത്. ക്ലിയർ ആണോ മക്കളെ? സാമൂഹിക സമകാലിക പ്രസക്തി, കവിതയ്ക്കോ അല്ലെങ്കിൽ തന്നിരിക്കുന്ന ആസ്വാദനം എഴുതാൻ തന്നിരിക്കുന്നതിന് സോഷ്യലി അല്ലെങ്കിൽ പ്രസൻറ്റ്, സാമൂഹികമോ സമകാലികം ഈ കാലത്തുള്ള എന്തെങ്കിലും പ്രാധാന്യമുണ്ടെങ്കിൽ അത് എഴുതണം. പിന്നെ അഭിപ്രായം, ആസ്വാദനം എഴുതുമ്പോൾ ഈ കവിത ഇങ്ങനെയാണ്, ഈ കവിതയുടെ ആശയം ഇങ്ങനെയാണ്, ഈ കവിത മനോഹരമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു കൺക്ലൂഷൻ ആശയം നിങ്ങളുടെ അഭിപ്രായമായിട്ടും എഴുതണം. ഇത്രയും കാര്യങ്ങളാണ് മക്കളെ ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ. അപ്പോൾ ഉപന്യാസം, ആസ്വാദനം എഴുതണം, മാർക്ക് വാങ്ങണം. ഓക്കെ മക്കളെ.